ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലായ സ്മാർട്ട് ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോയാണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒപ്പോയുടെ തന്നെ സബ് ബ്രാൻഡായ റിയൽമി 1 എന്ന ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒപ്പോയുടെ ഒരു സബ് ബ്രാൻഡായ റിയൽമി എന്ന ഫോണാണ് ഇന്ന് നമ്മൾ അൺബോക്സിങ്ങിന് എടുത്തിരിക്കുന്നത്. റിയൽമി ആമസോൺ എക്സ്ക്ലൂസീവ് ഫോണാണ്. ആമസോണിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് സെയിലിങ്ങിൻ്റെ കാലമായതിനാൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, കുറേയേറെ ഫോണുകൾ ഇന്ത്യയിൽ നിന്ന് സെയിലായി പോകുന്നത് നെറ്റ് വഴിയാണ്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ റിയൽമിക്ക് 3 വേരിയൻറ്റുകളാണുള്ളത്. 6 GB റാമും 128 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേരിയൻ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് കൂടാതെ തന്നെ 32 GB ഇൻറ്റേർണൽ മെമ്മറിയും 3 GB റാമും ഉള്ളൊരു വേരിയൻറ്റും 4 GB റാമും 64 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള മറ്റൊരു വേരിയൻറ്റും ഇതിനുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് യൂസർ മാനുവലും പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കേസും കാണാൻ കഴിയും. ഇപ്പോൾ എല്ലാ ഫോണും മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കേസ് കമ്പനിക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫോണിൻ്റെ യൂസർ മാനുവൽ. ഇത് ഫോണിൻ്റെ വാറണ്ടി കാർഡാണ്. ഇനി നമുക്ക് ഫോണൊന്ന് പരിശോധിക്കാം. ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് ഫോൺ റിയൽമി നമുക്ക് തരുന്നത്. നമുക്ക് ഈ പാക്ക് ഒന്ന് അഴിച്ചു നോക്കാം. റിയൽമിയുടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എല്ലാം ഡിസൈനിങ് ഒരു രക്ഷയില്ലാത്ത ഡിസൈനിങ് ആണെന്ന് വെച്ചാൽ നല്ല 3 വേരിയൻറ്റുകളും നല്ല സൂപ്പറായിട്ടാണ് ആ കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഫോണിൻ്റെ ബാക്കിൽ മുകളിലായി റിയൽമിയുടെ ലോഗോയും താഴെയായി ഒപ്പോയുടെ ലോഗോയും നമുക്ക് കാണാം. ഇതിലൊരു പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻ്റ് ഇല്ല എന്നതാണ്. പക്ഷേ അതിന് പകരം കമ്പനി അതിൽ ഫേസ് അൺലോക്കിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫേസ് അൺലോക്കിങ് തന്നെയാണ് റിയൽമിയുടേത്. ഇനി നമുക്ക് ബോക്സിലെ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ഇതിലൊരു മൈക്രോ USB ടൈപ്പ് ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. റിയൽമിക്കകത്ത് C ടൈപ്പ് അല്ല, മൈക്രോ USB ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ നോക്കുകയാണെങ്കിൽ ഒരു ചാർജിങ് അഡാപ്റ്റർ കാണാം. 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. ഇതിൽ ഓപ്പോയുടെ ലോഗോ ഉണ്ട്. ഇനി നമുക്ക് ഫോൺ ബിൽറ്റ് ക്വാളിറ്റിയും അതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ നോക്കാം. ബാക്ക് ഫൈബർ ഗ്ലാസ് ഫിനിഷാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവായൊരു മോഡലിംഗ് തന്നെയാണിത്. വലത്തെ സൈഡിലായിട്ട് പവർ ബട്ടണും സിം ട്രേയും കാണാം. വോളിയം ബട്ടൺ വന്നേക്കുന്നത് ഇടത്തെ സൈഡിലാണ്. ഇതിൻ്റെ മുകൾ ഭാഗം empty ആണ്, അവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ അവിടെ 3.5 mm ഓഡിയോ ജാക്കും മൈക്രോ USB പോർട്ടും പിന്നെ സ്പീക്കറും കാണാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്. ബൊക്കെ മോഡും ഫ്രണ്ട് ക്യാമറയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനെടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ബാക്കിൽ 13 ക്യാമറയാണ് പറയുന്നത്. നല്ല ക്യാമറ തന്നെയാണ്. എനിക്ക് പേഴ്സണൽ അഭിപ്രായത്തിൽ അത് നല്ല ക്യാമറ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിലെടുത്ത കുറച്ച് ഫോട്ടോസ് കണ്ടു നോക്കാം. ഡിസ്പ്ലേ 6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതായത് 2160 × 1080 പിക്സൽ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. ആസ്പെക്ട് റേഷ്യോ 19:8 ആണ്. മാത്രമല്ല IPS LED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉള്ളത്. 3 കളർ വേരിയൻറ്റുകളിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. സോളാർ റെഡ്, മൂൺലൈറ്റ് സിൽവർ, ഡയമണ്ട് ബ്ലാക്ക് എന്നിങ്ങനെയാണ് ഇതിൻ്റെ കളർ വേരിയൻറ്റുകൾ. സിം ട്രേയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പോഴത്തെ ഫോണിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് മെമ്മറി കാർഡിനൊരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട്. മാത്രമല്ല 2 നാനോ സിമ്മുകളും ഇടാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ P60 എന്നൊരു പ്രൊസസ്സറാണ്. വളരെ പവർഫുള്ളായൊരു പ്രൊസസ്സർ തന്നെയാണ് ഇതിൻ്റേത്. അതായത് നമ്മുടെ OPPO F7 ഈ പ്രൊസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ പറയാനുള്ളത് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യമാണ്. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ 3400 mAh ആണ് ബാറ്ററി ഉള്ളത്. നമ്മൾ ഒരു തവണ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് സുഖമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാം. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഒരു കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് ഒക്കെ തന്നെയാണ്.
ഇനി നമുക്ക് ഈ ഫോണിൽ ഉപയോഗിച്ചേക്കുന്ന ഒ എസിനെ കുറിച്ച് പറയാം. ഒ എസ് എന്ന് പറയുമ്പോൾ കളർ ഒ എസ് എന്ന റിയൽമിയുടെ തന്നെ ഒ എസിലാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് 8.1 ഒറിയോയാണ്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷനാണ് ഫോണിലുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കയറി ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്.